ചെറിയ ജീവിതത്തിൽ ചെയ്ത ചെറിയ പാപങ്ങൾ പൊറുക്കാനുള്ള 10 എളുപ്പ വഴികൾ ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എളുപ്പത്തിൽ ജീവിതത്തിൽ ചെയ്ത ചെറിയ പാപങ്ങൾ പൊറുക്കാനുള്ള 10 വഴികൾ. ഈ 10 നന്മകൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്താൽ അവന്റെ ജീവിതത്തിൽ വന്നുപോയ ചെറിയ പാപങ്ങൾ പെട്ടെന്ന് പൊറുക്കും. പൈസ ചെലവില്ലാത്ത പരിപാടിയാണ്, കഷ്ടപ്പാടില്ല, വലിയ പ്രയാസമില്ല, എളുപ്പത്തിൽ ചെയ്യാൻ കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നല്ലതുപോലെ കേട്ടോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ചെറിയ പാപങ്ങൾ നീ നിസാരമായിട്ട് കാണരുത്. ചെറിയ പാപങ്ങൾ നീ നിസാരമായിട്ട് കാണരുത്. അത് നിന്റെ നാശമാണ്. നിന്റെ ദുനിയാവും നഷ്ടപ്പെടുത്തും, നിന്റെ അവസാനം നഷ്ടപ്പെടുത്തും, നിന്റെ ആഖിറവും നഷ്ടപ്പെടുത്തും. നാളെ പടച്ച റബ്ബിന്റെ നരകത്തിന്റെ അവകാശിയായി പോകുന്ന പാപമാ. അതുകൊണ്ട് പടച്ചവനെ ഈ പറയുന്ന നന്മകൾ നീ കേട്ട് ഇന്ന് മുതൽ അനുസരിക്കരുത്. ചെയ്യാൻ പറ്റുന്നതാടാ ചെറുപ്പക്കാരാ. പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നല്ല, സമയം കളഞ്ഞിട്ട് നീ പോയിരുന്ന് കഷ്ടപ്പെടണമെന്നല്ല. ഈ പറയുന്ന നന്മകൾ ചെറുതാടാ. ഈ പറയുന്ന നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചെയ്തു കഴിഞ്ഞാ ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന ചെറിയ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അൽ മുഅദ്ദിൻ യുഗ്ഫറു ലഹു മദാ സൗതിഹി വയശദു ലഹു കുല്ലു റത്ബിൻ വയാബിസിൻ വശാഹിദാ. ജീവിതത്തിൽ ചെയ്തു പോയ ചെറിയ പാപങ്ങൾ പെട്ടെന്ന് പൊറുക്കാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവേ ബാങ്ക് വിളിക്കല. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിരിക്കുന്ന ചെറിയ പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങൾ പൊറുക്കാനുള്ള ഒന്നാമത്തെ എളുപ്പ വഴി എന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ബാങ്ക് വിളിച്ചാൽ ആ ബാങ്കിന്റെ ശബ്ദം എവിടെ വരെ കേൾക്കുന്നുണ്ടോ? ആ ബാങ്കിന്റെ ശബ്ദം എവിടെ വരെ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്ന ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ, വൃക്ഷങ്ങളാകട്ടെ ഇലകളാകട്ടെ മണൽത്തരികളാകട്ടെ കല്ലുകളാകട്ടെ പുല്ലിച്ചെടികളാകട്ടെ, ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഏതെല്ലാം വസ്തുക്കൾ കേൾക്കുന്നുണ്ടോ അത് മുഴുവനും അവന് വേണ്ടി പൊറുക്കൽ തേടുകയാ. അത് മുഴുവനും അവന് വേണ്ടി പൊറുക്കലിനെ തേടുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, സഹാബാ, ഏതെങ്കിലും ഒരു മനുഷ്യന് ബാങ്ക് വിളിച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് ബാങ്ക് വിളിച്ചാ അവന്റെ ചെറിയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ബാങ്ക് വിളിക്കുന്നവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരെന്ന് കൈപൊക്കിക്കേ. നിങ്ങളൊക്കെ എന്താപ്പാ? അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്താ ഇപ്പൊ ജീവിതത്തിൽ ബാങ്ക് മത്സരത്തിനെങ്കിലും, ഇവിടെ മത്സരമൊന്നുമില്ല ഇപ്പൊ നബിദിനത്തിനൊക്കെ, അങ്ങനെ പോലും വിളിച്ചിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചുള്ളവര് സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. നീ എന്നോട് ചോദിക്കും, സിറാജ് ഉസ്താദ് ശമ്പളം കൊടുത്ത് പള്ളിയിൽ ഒരാളെ നിർത്തിയിട്ടില്ലേ, ഓനല്ലേ വിളിക്കണ്ടേ? ഇല്ലേ, പള്ളിയിൽ ശമ്പളം കൊടുത്ത ഒരാളെ നിർത്തിയിട്ടുണ്ട്, മുഅദ്ദിനല്ലേ ബാങ്ക് വിളിക്കേണ്ടത്? ഇല്ലേ, ഇല്ലേപ്പാ. സമയത്തിന് വിളിച്ചില്ലെങ്കിൽ കാണാം ഓനെ അന്തരീക്ഷത്തിൽ കയറ്റും. ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് ഞാൻ ജോലി ചെയ്യുമ്പോൾ, തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോൾ ഒരു മുഅദ്ദിനുണ്ട്. ആ സമയത്ത് കയറി ബാങ്ക് വിളിക്കും. 2 മണിക്കൊക്കെ കയറി ബാങ്ക് വിളിച്ചേക്കും. ഉച്ചയ്ക്ക് ഉറക്കത്തിലായിരിക്കും, ചാടി എഴുന്നേറ്റ് ഒറ്റ വിളിയാ. അസമയങ്ങളിൽ കയറിയിട്ട് എപ്പോഴും ബാങ്ക് വിളിക്കും. അപ്പോൾ ഒരിക്കൽ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ വലിയ പരാതി. അപ്പം ഞാൻ ഒരിക്കൽ ചോദിച്ചു, എൻ്റെ പൊന്നാര ഉസ്താദ് നിങ്ങൾ എന്താ ഇങ്ങനെ വിളിക്കണേന്ന്. ഈ മഹലിലുള്ളവന്മാരൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞേ. ഈ മഹലിലുള്ളവന്മാർ മുഴുവൻ ഇവിടൊക്കെ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ പള്ളിയിലെ നന്ദാപുര പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കയറി ഒന്ന് ബാങ്ക് വിളിച്ചു നോക്കിയേ. പള്ളി കയറാത്തവരും വരും ചോദിക്കാൻ പള്ളിയിൽ. അതാ എല്ലാ എണ്ണം പള്ളിയിലുണ്ടാകും. എന്റെ പ്രിയപ്പെട്ട
എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ പള്ളിയിൽ നിന്ന് വിളിക്കണ ബാങ്ക് അതല്ല. നമുക്കും വിളിക്കാമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പള്ളിയിൽ പൈസ കൊടുത്തിട്ടൊരു മനുഷ്യനെ നിർത്തിയിട്ടുണ്ട് ബാങ്ക് വിളിക്കാൻ. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് നമസ്കരിക്കാൻ സമയമാകുമ്പോ ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കാൻ ഒരു മുഅദ്ദിനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. സഹോദര, അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നു. പക്ഷേ നിനക്കും വിളിക്കാമല്ലോ, പെങ്ങളെ, നിനക്കും കഴിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോ മുഅദ്ദിന് പറയുന്നത് പോലെ നിങ്ങളും പറയണേ സഹാബാ. മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോ നിനക്കും കൂടെ പറഞ്ഞുകൂടെ? പറയണമെന്നല്ലേ മുത്തുനബി പറഞ്ഞത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ വിളിക്കുമ്പോ അത് കേൾക്കുന്നവനും കൂടെ പറയണ്ടേ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ബാങ്ക് വിളിക്ക സഹോദരാ. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനെ ചെറുതായി കാണുന്നവനുണ്ട്. ഖതീബിന് വലിയ വിലയാണ്, പ്രസിഡന്റിന് വലിയ വിലയാണ്. പക്ഷേ മുഅദ്ദിന് വിലയില്ലെന്നാരാ പറഞ്ഞത്? നന്ദാവര പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ ആരെന്നറിയോ? ആ മനുഷ്യന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? ആ മനുഷ്യനെക്കാളും മഹത്വമുള്ള ആരാവുള്ളത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നാളെ ഇവിടത്തെ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായ മനുഷ്യൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു പോകുമ്പോ എല്ലാവരും ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ദിവസമുണ്ടല്ലോ. നന്ദാവര പള്ളിയുടെ ഖബർസാലിൽ നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടികുത്തി വെച്ച് നടന്നു വിടഞ്ഞും കുഷ്ഠരോഗിയെ പോലെ മുഖത്ത് മാംസമില്ലാത്തവനെ പോലെ പടച്ചവനെ ഇടഞ്ഞും നടന്ന നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിലേക്ക് ജനങ്ങൾ കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, എല്ലാവരും മുഖം താഴ്ത്തി പിടിച്ചിട്ട് ഉടുതുണിയില്ലാതെ നഗ്നരായിട്ട് ചെരുപ്പില്ലാതെ കരഞ്ഞു വിളിച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുന്ന ദിവസമുണ്ടല്ലോ. റസൂലുള്ള പറയുന്ന, സ്വഹാബാ, 2 വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. 2 വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. എവിടെയാണെന്നറിയോടാ? ആദം നബി കരയുകയാ, നൂഹ് നബി കരയുകയാ, മൂസാ നബി കരയുകയാ, ഇബ്രാഹിം നബി കരയുകയാ. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര് മുഴുവനും അവരവരുടെ ജീവിതത്തിൽ വന്നു പോയതോർത്തിട്ട് ആ ദിവസത്തെ കുറിച്ച് ഭയന്നുകൊണ്ട് തലതാഴ്ത്തിയിരിക്കുന്ന ദിവസമുണ്ടല്ലോ. അവര് പോലും ഭയക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിലാണ് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 2 വിഭാഗം കടന്നു വരുന്നത്. അവരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. നമ്മൾ നിലവിളിക്കുകയാ, യാ വൈലത്താ, യാ ഹസ്റത്താ, എന്റെ നാശമേ, എന്റെ നാശമേ. എടാ, നിന്നെ എന്റെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ, കൂട്ടുകാരനെ കാണിച്ചിട്ട് പറയുകയാണ്, നിന്റെ കൂടെ കൂടിയില്ലായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നടാ. നീയാടാ എന്നെ പിഴപ്പിച്ചത്, നീയാടാ എന്നെ നശിപ്പിച്ചത്. എല്ലാവരും ഭയത്തിലാണ്. നഫ്സി 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 നഫ്സിയാ, ഉമ്മത്തിയാ ഉമ്മത്തിയാ കൗമിയാ എന്ന് എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്ന ദിവസമുണ്ടല്ലോ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തെ തല ഉയർത്തി പിടിച്ചുകൊണ്ട് കടന്നു വരുന്ന 2 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുമോ? അവരെ പള്ളിയിൽ സുബഹിക്ക് 4:45 എഴുന്നേറ്റ് ഒന്നുപെടുത്തിട്ട് ബാങ്ക് വിളിക്കാ സമയമാകുമ്പോ ഞാനും നിങ്ങൾ മുഴുവനും പുതപ്പിന്റെ കീഴിൽ സുഖിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് അലാറം വെച്ച് നേരത്തെ എഴുന്നേറ്റ് ആ സുബഹിന്റെ സമയമാകുമ്പോ 1 മിനിറ്റ് തെറ്റിയാ കുറ്റം പറയാ 4 പേരാ, 1 മിനിറ്റ് തെറ്റിയാ ചോദിക്കാൻ ആളുണ്ട്. അങ്ങനെ സമയം പോലും തെറ്റാതെ അല്ലാഹുവിന്റെ പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് കയറി നിന്നിട്ട് അസ്സലാത്ത് ഖൈറും മിനൻ നൗം,
എന്ന് ബാങ്ക് വിളിക്കുന്ന മനുഷ്യനെ നീ ഓർത്തു വെച്ചോ. പള്ളിയിലെ മുഅദ്ദിനിന്റെ മുഖം നീ ഓർത്തു വെച്ചോ. നാളെ അല്ലാഹുവിന്റെ കോടതിയില് ആ മനുഷ്യന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു പോകുമ്പോ, എടാ ചെറുപ്പക്കാരാ, നിന്റെ വാപ്പയില്ലടാ, നിന്റെ ഉമ്മയില്ലടാ, നിന്റെ കൂടപ്പിറപ്പില്ല, നിന്റെ കുടുംബക്കാരില്ല, നിന്റെ മക്കളില്ല, നിന്റെ കൂടെ കടന്നവളില്ല, എല്ലാവരും നിന്നെ കൈയൊഴിയുന്ന ദിവസമുണ്ടല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസം, നിലവിളിക്കുന്ന ദിവസം, സ്വന്തം മക്കൾ പോലും പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകത്തെ കാണുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ എന്റെ വാപ്പയുടെ നന്മയെടുത്ത് എനിക്ക് താ അല്ലാ. എന്റെ തെറ്റുകൾ മുഴുവനും എന്റെ വാപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ മനുഷ്യരെ നീ നരകത്തിലിട്ടോ, എനിക്ക് സ്വർഗം തരണേ എന്ന് നിന്റെ രക്തത്തിൽ പറന്ന പൊന്നാര മക്കൾ പറയുമ്പോ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട പൊന്നുപെങ്ങളെ, നീ മടിയിൽ കിടത്തി ഉറക്ക നിന്റെ പൊന്നുമക്കളുണ്ടല്ലോ, ചെരുപ്പിടാതെ ആ പടുത്ത് കിടക്കുന്ന ആ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാലു പൊള്ളുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, നാദാ എന്റെ ഉമ്മാനെ ഒന്ന് മലത്തി കടത്തി തരുവോ അല്ലാ. നെഞ്ചത്ത് കയറി നിൽക്കാനാ അല്ലാ, നെഞ്ചത്ത് ചവിട്ടാനാ അല്ലാ എന്ന് നിന്റെ പൊന്നാര മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, ഒരാളുമില്ലല്ലോ, ഒരാളും സഹായിക്കില്ലല്ലോ. അങ്ങനെയുള്ള പടച്ചറപ്പിന്റെ പരലോകത്ത് നന്ദാവര പള്ളിയിലെ ബാങ്ക് വിളിച്ച മുഅദ്ദിനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ ആ ബാങ്കിന്റെ ശബ്ദം കേട്ട സർവ്വചരാചരങ്ങളും, ആ ബാങ്ക് വിളിക്കുന്നതിന്റെ ശബ്ദം കേട്ട സർവ്വചരാചരങ്ങളും ഈ മനുഷ്യന് വേണ്ടി അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. റക്കപ്പർ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ മുഅദ്ദിനിന്റെ പ്രതിഫലം പറഞ്ഞ ഒരു ദിവസം വേറെ വഴുതു പറയേണ്ടി വരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, പള്ളിയിലെ പ്രസിഡന്റ് ആകാൻ മത്സരം, സെക്രട്ടറി ആകാൻ മത്സരം, അല്ലേ? എന്തൊക്കെ മത്സരങ്ങളാ പള്ളിയിൽ നടക്കുന്നത്. എന്നാൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എനിക്ക് സമയം കിട്ടുമായിരുന്നെങ്കിൽ, എനിക്ക് ഈ ഭരണാധികാരവും അധികാരമൊന്നും കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ പള്ളിയിലെ മുഅദ്ദിനാകുമായിരുന്നു, പള്ളിയിലെ മുഅദ്ദിനാകാൻ മത്സരിക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ടെസ്റ്റ് നടത്തേണ്ടത് ആരെയാണ്? പള്ളിയിലെ മുഅദ്ദിന്റെ പ്രതിഫലം അറിഞ്ഞ മത്സരം മുഅദ്ദിന് വേണ്ടി നടക്കുമായിരുന്നു. പ്രസിഡന്റ് പറയും, ഇന്ന് മുതൽ നിങ്ങളെടുത്തോ, ഞാൻ പള്ളി ബാങ്ക് വിളിച്ചോളാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബാങ്ക് വിളിക്കണം. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത ചെറിയ പാവങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബാങ്ക് വിളിക്കണമെന്ന് പറഞ്ഞാൽ നാളെ സുബഹിക്ക് എല്ലാവരും കൂടെ പള്ളിയിൽ പോയിട്ട് മുഅദ്ദിനെ പിടിച്ച് ഹൗദിലിട്ടിട്ട് ബാങ്ക് വിളിക്കണം എന്നല്ല. നാളെ പോയിട്ട് ഇനിയിപ്പോൾ നാളെ മുതൽ മുഅദ്ദിനെ പറഞ്ഞു വിട്ടേരെ ഞങ്ങളെല്ലാം വിളിച്ചോളാം, അങ്ങനല്ല. നമ്മളീ പലർക്കും വിളിക്കാൻ പേടിയാ. അധികം പേര് നിന്ന് വയലൊക്കെ പറയും, പക്ഷെ പള്ളിയിൽ കയറിയിട്ട് ഒന്ന് ബാങ്ക് വിളിച്ചു നോക്കിയ, സുബഹിക്ക് ബാങ്ക് വിളിച്ചു നോക്ക്, അസ്സലാത്തു ഖൈറും മിനന്നോ എപ്പോൾ വിളിക്കണമെന്ന് ആലോചിക്കാൻ നമ്മൾ വലരും. അതാ നമ്മളൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പള്ളിയിൽ പോയി ബാങ്ക് വിളിക്കണമെന്നല്ല പറഞ്ഞത്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ആ മുഅദ്ദിൻ പറയുന്നത് പോലെ നീയും പറ, നീ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പള്ളിയിൽ നിന്ന് മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്ക് വിളിക്കുന്നതിന്റെ കൂടെ നീയും പറയണമെന്നല്ലേ മുത്തുനബി പഠിപ്പിച്ചത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നീ എന്താ ചെയ്യണേ? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ബാങ്കിന്റെ ജവാബ് ആ പറയുന്നത് പോലെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ല ചങ്ങായിമാരെ പുള്ളന്മാരുടെ അപ്പികളുടെ മിണ്ടായിരുടെ വേണ്ട വേണ്ട വേണ്ട, കാക്കാമാരെ ഒന്നും പറഞ്ഞേക്കല്ലേ, അള്ളാഹു അത്തിരിശികമാറാകട്ടെ. മാറിയിരി, വെറുതെ ശശിയാവണ്ട. പിള്ളേരുടെയൊക്കെ മറുപടി കേട്ട വലിയ മറുപടികളാ. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിൽ മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോൾ കൂടെ നിങ്ങളും വിളിക്കണം, കൂടെ നിങ്ങളും വിളിക്ക്, നിങ്ങൾ രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ വിളിക്കൂലേ?